എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ കണ്ടേക്കുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ഈ ഡ്രാഗൺ? പോസ്റ്ററിനകത്ത് കാണാൻ സാധിച്ചേക്കുന്ന, ഇപ്പൊ ട്രെയിലറും കാണാൻ സാധിച്ചേക്കുന്ന ഈ റെഡ് ഡ്രാഗൺ ആരാന്നുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് ഫഹദ് ഫാസിലാണോ, ടൊവിനോയാണോ, അതോ മറ്റാരെങ്കിലും ആണെന്നുള്ള 100 കൂട്ട ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യത്തില് റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ ഏകദേശം കത്തി. കാരണം ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ലൂസിഫറിന്റെ 3-ാം ഭാഗം എന്ന് പറയുന്ന എമ്പുരാൻ 2 എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഗ്രാൻഡിയർ സ്കെയിലായിരിക്കില്ല. ഇപ്പൊ വരുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയേക്കാൾ വലിയൊരു ഇന്റർനാഷണൽ സ്റ്റഫായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ അങ്ങനെ ഭയങ്കര ട്രെൻഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തോട്ടാണ് ഈ സിനിമയുടെ റീച്ച് പോയി എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സിനിമയുടെ BMS ട്രാക്കേഴ്സ് എല്ലാം കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയില് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടേക്കുന്ന, ഇന്ത്യയിലെ ചരിത്രം തിരുത്തി എഴുതിയേക്കുന്ന ഒരു സിനിമയായിട്ട് മാറി എമ്പുരാൻ എന്ന് പറയുന്ന ഒരു മലയാള സിനിമ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ കൽക്കി പോലെയുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല വലിയ വലിയ സിനിമകൾ വന്നേക്കുന്ന സമയത്തും അവിടെയെല്ലാം ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, സിനിമ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നൊരു മലയാള സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യ റീച്ച് കിട്ടിക്കുന്ന സമയത്ത് അവരെല്ലാം തകർത്തുകൊണ്ട് അവരെക്കാൾ വലിയൊരു റെക്കോർഡ് അടിച്ചുകൊണ്ടാണ് ഇപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ബുക്ക് മൈ ഷോയിൽ ചരിത്ര നേട്ടം നേടിയിരിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത് ഒരു 1.5 ട്രെയിലർ തന്നെയായിരുന്നു. കാരണം ഈ ട്രെയിലറിന് തരാൻ പറ്റിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. ഞങ്ങളുടെ പടം നിങ്ങൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, ക്വാളിറ്റി, അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലർ ആയിരുന്നത്. ഖുറേഷ്യ ബ്രാൻഡ് നെക്സസ് എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള പല ട്രേഡുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയൊരു ഇൻഫേമസ് നെക്സസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ പറയുന്ന സമയത്തും അപ്പുറത്ത് ഒരു കാർട്ടൽ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കപൂങ്ക എന്ന് പറയുന്ന ഒരു കാർട്ടൽ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നത് നമുക്ക് ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റാത്ത തരത്തില് മുഖം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാൻ സാധിച്ചായിരുന്നു. ആരാണ് ഈ മനുഷ്യൻ, ആരാണ് ഈ ഡ്രാഗൺ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത്. എമ്പുരാൻ സിനിമയുടെ ഒരു മ്യൂസിക് കമ്പോസിഷന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നായിരുന്നു. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലൂടെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് കിട്ടുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു. പൊതുവേ നമ്മൾക്ക് എന്തൊരു പോയിന്റ്, ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടി കഴിഞ്ഞാൽ പോലും അത് വെച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ശരിയായാലും ഇല്ലെങ്കിലും എനിക്ക് അവിടെ നിന്ന് ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇത് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാം. ഈ ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇന്ത്യൻ സോങ് ആയിട്ട്, ഒരു ഇന്ത്യൻ തീമിന് പറ്റുന്ന ഒരു സോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നേരെ മറിച്ച് ഒരു ജാപ്പനീസ് സോങ്ങിന്റെ ഒരു ബീറ്റ് പോലെയാണ് എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. ഇത് കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ഞാൻ ഒന്നുകൂടി എടുത്തു നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്ന ഈ ഒരു ഡ്രാഗൺ സിംബലിന്റെ ഉടമ ആരാന്നുള്ളൊരു കാര്യം അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചു. ശരിക്കും ഇവിടെ നമ്മൾ ഈ ഒരാൾ നിൽക്കുന്ന ഒരു പ്രിമൈസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം നിൽക്കുന്നത് ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രിമൈസസിന്റെ ഉള്ളിലല്ല. അതായത് ഇന്ത്യൻ സ്ട്രക്ചേഴ്സുള്ള കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹത്തിന് ചുറ്റും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഷേപ്പ്, അവിടെയുള്ള ഒരു ഇന്റീരിയറിന്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഇന്റീരിയർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇദ്ദേഹം നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ബേസിക്കലി ജപ്പാനിൽ എവിടെയാണെന്നുള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മനുഷ്യൻ തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആരാണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സുകൾ ഉണ്ടായിരുന്നു. ഗുസ്താവോ ആണെന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഡോണി എന്നാണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ വന്ന് ടൊവിനോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫഹദ് ഫാസിലാണെന്നുള്ള 100 കൂട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇദ്ദേഹം തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി, ഇതൊരു പക്ഷേ ഫഹദ് ഫാസിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. കാരണം ആവേശ സിനിമ കണ്ടേക്കുന്ന സമയത്ത് ആവേശത്തിനകത്തുള്ള ഫഹദിന്റെ ഒരു യങ് ലുക്ക് കാണിക്കുന്ന സമയത്തുള്ള അതേ ബോഡി ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ചെവിയിൽ നിന്ന് കൃത്യമായിട്ടൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ഇത് ഫഹദിന്റെ ചെവിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരു വ്യത്യസ്തമായുള്ള ഒരു ചെവിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഫഹദ് അല്ലാതുള്ളൊരു കാര്യം നമുക്ക് മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോണി എന്നാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോണി എന്നല്ല. ഡോണി എന്നിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന സിനിമകൾ അത്യാവശ്യം കണ്ടേക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പിടി കിട്ടും. ഇത് ഡോണി എന്നായിട്ടും തോന്നില്ല. പിന്നെ ആര് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരുന്ന ആകെയുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് ജപ്പാനാണെന്നും ഇവിടെയുള്ള ഒരു മ്യൂസിക് ബീറ്റ് എന്ന് പറയുന്നത് ജാപ്പനീസ് ആണെന്നും ഒപ്പം തന്നെ ഈ ഒരു ഡ്രാഗന്റെ സിമ്പിൾ ആണ്. പൊതുവെ ഈ ഡ്രാഗൺ സിമ്പിളുകൾ കാണുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളൊരു കാര്യം ഞാൻ അങ്ങനെ അന്വേഷിച്ചു പോകുന്ന സമയത്താണ് പണ്ടത്തെ പല സിനിമകളെ കുറിച്ചും കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച്, ജാപ്പനീസ് ഒരു ട്രഡീഷൻ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലം മുതലേ ജപ്പാനിലുള്ള രാജകുടുംബങ്ങളെല്ലാം
കൊണ്ട് നടക്കുന്ന ഒരു സിമ്പിൾ ആയിരുന്നു ഡ്രാഗൺ സിമ്പിൾ എന്ന് പറയുന്നത്. അതായത് അവരുടെ പവറിനെയും അധികാരത്തിനെയും കാണിക്കുന്ന തരത്തിൽ അവർ വിശ്വസിച്ചു പോയിരുന്ന ഒരു വലിയ സിമ്പിൾ തന്നെയായിരുന്നു ഡ്രാഗൺ സിമ്പിൾ എന്ന് പറയുന്നത്, രാജകീയത്വത്തിന്റെ സിമ്പിൾ. പക്ഷേ ഇത് രാജാക്കന്മാർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ അല്ല. രാജാക്കന്മാർക്ക് പുറമെ ജപ്പാനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷന്റെ പേര് കൂടി ഡ്രാഗണുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ലോകത്തെല്ലാം ഇൻഫേമസ് ആയിട്ടുള്ള ആൻഡ് അനദർ ഇൻഫേമസ് നെക്സസ് ഓർ സിൻഡിക്കേറ്റ് കോൾഡ് ദി യക്കൂസ ഗ്യാങ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പേര് ഭയങ്കര ഫേമസ് ആണ് അല്ലെ? നിങ്ങൾ എത്ര പേര് ഡോജിൻ കായ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ട്? യക്കൂസ എന്ന് പറയുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനിലെ ഒരു ഗാങ്സ്റ്റർ ഓർഗനൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റിന്റെ പേരാണ് ഡോജിൻ കായ് എന്ന് പറയുന്ന ഒരു സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇവര് ലോകം മൊത്തം ലോകത്തിന് പലയിടങ്ങളിലായിട്ട് വലിയ രീതിക്കുള്ള ഡ്രഗ്സുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് പല മാധ്യമങ്ങളിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാന്റെ ചരിത്രകാലം തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യക്കൂസ എന്ന് പറയുന്ന ഒരു വലിയ ഗാങ്സ്റ്റർ ഗ്രൂപ്പിന്റെ പ്രസൻസ് നമുക്ക് ഇന്നും കാണാനായിട്ട് സാധിക്കും. യക്കൂസ എന്ന് പറയുന്ന 3 വേർഡുകളാണ്. യ എന്ന് പറയുന്നത് 8 എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. കു എന്ന് പറയുന്നത് 9 എന്ന് പറയുന്ന നമ്പറാണ് പറയുന്നത്. ആൻഡ് സ എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന നമ്പറിനെയാണ് ജാപ്പനീസിൽ ഡിനോട്ട് ചെയ്യുന്നത്. 893 യക്കൂസ എന്ന് പറയുന്ന നമ്പർ. ഈ 3 നമ്പറുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 നമ്പർ കൂടി ഒരുമിച്ചോടെ വന്നു കഴിഞ്ഞാൽ അത് വർത്ത്ലെസ് ആണെന്നൊരു കാര്യമാണ് പറയുന്നത്. അതായത് നെഗറ്റീവ് ആണെന്നുള്ള രീതിക്കാണ് അവർ അവരുടെ വിശ്വാസം അനുസരിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം നമ്മളെല്ലാം ഒരു ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്, കാർഡ് ഗെയിംസിൽ കളിക്കുന്ന ആൾക്കാരാണ്, കാർഡ് വെച്ചുകൊണ്ട് ചീട്ട് കളിക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ തന്നെ വേറൊരു ഫോമിലുള്ള ഒരു ചീട്ടുകളി പോലുള്ള ഒരു ഗെയിം യഥാർത്ഥത്തിൽ ജപ്പാനിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ഗെയിമിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് 893 എന്ന് പറയുന്ന ഈ 3 നമ്പറുകൾ കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ആണെന്നുള്ള രീതിക്കാണ് അവർ വിശ്വസിച്ച് പോകുന്നത്. അങ്ങനെയാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള ഇൻഫേമസ് ആയിട്ടുള്ള യക്കൂസ എന്ന് പറയുന്ന ഒരു പേര് വന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് യക്കൂസ ഗ്യാങ്ങിനെ കുറിച്ച് അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് യക്കൂസ എന്ന് പറയുന്ന സമയത്ത് 893 എന്ന് പറയുന്ന നമ്പർ എന്നല്ല അറിയപ്പെടുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യക്കൂസ മീൻസ് ഗാങ്സ്റ്റർ എന്നുള്ള രീതിക്കാണ്. സ്വന്തം രാജ്യത്തിന് അവർ വലിയൊരു റോബിൻ ഹുഡ് ആണ്. അതായത് ആ നാട്ടിലുള്ള പലതരത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും വന്നേക്കുന്ന സമയത്തും, ഉദാഹരണത്തിന് അവിടെ ഭൂമി ഒഴുക്കും പോലുള്ള പല പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്ന സമയത്തും ആ നാട്ടിലുള്ള ആൾക്കാരെ സാമ്പത്തികമായിട്ട് മറ്റു പല രീതികളിലും സഹായിക്കാനായിട്ട് ശ്രമിച്ചേക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് യക്കൂസ ഗ്യാങ് എന്ന് പറയുന്നത്. പക്ഷെ നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തു പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്ക ഗാങ്സ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. മയക്കുമരുന്ന് പോലുള്ള മെത്താഫിറ്റമിന്റെ പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗം മറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള യക്കൂസ ഗ്യാങ്ങുകളുടെ പേര് ഇന്റർനാഷണലി പല സ്ഥലങ്ങളിലും പല മാധ്യമങ്ങളിലും വന്നേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യക്കൂസ ഗ്യാങ്ങിന്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ബേസിക്കലി വാളുകളാണ്. വലിയ രീതിയിലുള്ള സാമുറായി വാളുകളാണ് അവർ യുദ്ധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നും പലതരത്തിലുള്ള വെപ്പൺസുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പോകുന്ന വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെന്നുണ്ടെങ്കിലും അവരുടെ റൂട്ട് എന്ന് പറയുന്നത് സാമുറായി എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. അതായത് അസാസിൻസ് എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാൻ പറ്റും. അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർമി എന്നുള്ള രീതിക്ക് സാമുറൈസിന് പറയാനായിട്ട് പറ്റും. ആ ആർമിയുടെ തന്നെ പിന്നീട് വന്നേക്കുന്ന പിൽക്കാലത്ത് വന്നേക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ ഇന്നും ഉപയോഗിച്ച് പോകുന്ന ഇവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് വാളുകൾ തന്നെയാണ്. വലിയ രീതിക്കുള്ള സാമുറായി വാളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ മറ്റുള്ള ആൾക്കാരെ കൊലപ്പെടുത്താനായിട്ട് മറ്റു വലിയ രീതിക്കുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്കായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് യക്കൂസ ഗ്യാങ്ങിനകത്ത് ഒരു മെമ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ലീഡറിനെ അവർ കാണുന്നത് ഫാദർ ആയിട്ടാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഫാമിലീസിലെല്ലാം ഫാദർ സൺ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മക്കൾ കേൾക്കുന്നു എന്നുള്ള രീതിക്കാണ് നമ്മളുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ജാപ്പനീസ് ട്രഡീഷൻ അനുസരിച്ച് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യക്കൂസ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ യക്കൂസ മെമ്പറിന്റെ ലീഡർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ കൈ വെട്ടിക്കളയാനും അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനും ഈവൻ അവരെ കൊല്ലാനായിട്ട് പോലും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ യക്കൂസ ഗ്യാങ് എന്ന് പറയുന്നത്. അവർക്കെതിരെ നിൽക്കുന്ന അവരുടെ ടീം മെമ്പറിനെ പോലും കൊല്ലാനായിട്ട് നിൽക്കുന്ന അത്രമാത്രം ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ യക്കൂസ ഗ്യാങ് എന്ന് പറയുന്നത്. ഖുറേഷി അബ്രാഹത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുറേഷി അബ്രാഹിമിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് പേര് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന എന്തും ചെയ്യാനായിട്ട് നിൽക്കുന്ന സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പുറത്ത് മറ്റു തരത്തിലുള്ള ഗാങ്സ്റ്റേഴ്സിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരെല്ലാം ഈ ഒരു ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ആളെ കേൾക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഖുറേഷി അബ്രാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ നിൽക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കും ഒരു വലിയൊരു സിൻഡിക്കേറ്റ് ഉണ്ട്, ഒരുപാട് ഗാങ്സ്റ്റർ മെമ്പേഴ്സുകളുണ്ട്. അവരെല്ലാവരും ഈ ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇയാൾ പറയുന്നത് എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മെമ്പേഴ്സ് എല്ലാം എന്ന് പറയുന്നത്. സോ ഡോജിൻ കായ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പോലെ ഈ സിനിമയിൽ വരാൻ പോകുന്ന ഈ ഡ്രാഗൺ ആര് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസംഷൻസുകളും ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ പറയുന്ന അസംഷൻസുകൾ അനുസരിച്ച് റിക്യൂനായിരിക്കും ഈ ഒരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരുപാട് പേര് അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് റിക്യൂനാവാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു സ്കിൻ ടോൺ എന്ന് പറയുന്ന ഒരു വൈറ്റ് ടോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഇന്ത്യൻ ആണെന്നുള്ളൊരു കാര്യം തോന്നില്ല. ബട്ട്
റിക്യൂനെ പോലെയുള്ള ഒരു വലിയൊരു കഥാപാത്രമാവാനായിട്ടുള്ള ചാൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഖുറേഷി എബ്ര എന്ന് പറയുന്ന ഒരു വലിയൊരു നെക്സസ് അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടത്താനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഇൻഫേമസ് കാർട്ടലായിരിക്കാം ഒരു പക്ഷേ ഡോജിൻ കായനെ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഈ ഒരു ഡ്രാഗൺ കാർട്ടിൽ എന്ന് പറയുന്നത്, റെഡ് ഡ്രാഗൺ കാർട്ടിൽ എന്ന് പറയുന്നത് ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്തായിട്ട് ബോബിയുടെ കഥാപാത്രം ഒരു ലൈറ്റർ കത്തിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിന്റെ ഭാഗത്ത് ഇദ്ദേഹം ഒരു ലൈറ്റർ കത്തിക്കുന്ന സമയത്ത് ആ ലൈറ്ററിനകത്ത് കൊടുത്തേക്കുന്ന ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഡ്രാഗണിന്റെ സിമ്പിളാണ്. വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടിലാവാനായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം സ്റ്റീഫന്റെ ഒരു റൂൾ അനുസരിച്ചാണ് നാർക്കോട്ടിക്സ് ഇസ് ഡേർട്ടി ബിസിനസ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ നാർക്കോട്ടിക്സിനെതിരായിട്ടുള്ള ആളാണ് അബ്രാം ഖുറേഷി എന്ന് പറയുന്ന സമയത്ത് നാർക്കോട്ടിക്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ് കാർട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയൊരു ഇൻഫേമസ് നെക്സസ് തന്നെയാണ് തൊട്ടിപ്പുറത്തും വലിയ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നെക്സസ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഈ ഒരു ഡ്രാഗൺ കാർട്ടലാവാനായിട്ട് യക്കൂസ എന്ന് പറയുന്ന ഈ ഒരു ഇൻഫേമസ് കാർട്ടലാവാനായിട്ടുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. ഞാൻ ആദ്യമേ തന്നെ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് സിനിമയുടെ ടിക്കറ്റ് കിട്ടിയെന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സിനിമയുടെ ടിക്കറ്റ് കിട്ടിയ ഒരു വലിയ ഭാഗ്യന്മാരാണ്. എനിക്ക് 9:30 ഷോക്കിന് ടിക്കറ്റ് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ 5 മണിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ 9:30 നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് സെയിൽ കാണാൻ സാധിച്ചത്. സോ 9:30 ടിക്കറ്റ് തന്നെ കിട്ടാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പേർക്ക് ടിക്കറ്റ് കിട്ടി എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സോ സിനിമ നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ കാണാനായിട്ട് പോകുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ലിയോയുടെ ഫസ്റ്റ് ഡേ റെക്കോർഡ് തകർക്കുമോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. കാരണം കാര്യങ്ങളുടെ ഒരു പോക്ക് കണ്ടിട്ട് ഇത് വേറെ ലെവലിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം നിങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ്വീൻ ഓൾ സൈനിങ് ഔട്ട്.